ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം കസ്റ്റമർ കംപ്ലയിൻറ്റ്. വണ്ടി മഹീന്ദ്ര ബൊലേറോ ഉണ്ടോ. വണ്ടി വരുന്ന സമയത്ത് തന്നെ ഭയങ്കര സൗണ്ട് പറഞ്ഞാൽ പവർ സ്റ്റീരിംഗ് പമ്പ് വർക്ക് ഫ്ലൂയിഡ് ഇല്ലാത്ത പോലെ വന്നു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടല്ലോ, ആ പോലെ സൗണ്ട്. പിന്നെ സംഭവം അതാണ്, സ്റ്റീറിങ് ഭയങ്കര ടൈറ്റ്. അപ്പോൾ നമ്മൾ ചെക്ക് നോക്കിയ സമയത്ത് സ്റ്റീറിങ്ങിൻ്റെ ഒരു തരി ഫ്ലൂയിഡ് അതിനകത്തില്ല കേട്ടോ. ഫ്ലൂയിഡ് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലൂയിഡ് നമ്മൾ റിസർവ് ടാങ്കിലേക്ക് ഒഴിച്ച് നോക്കിയപ്പം ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അടിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. സാധാരണ ഒഴിക്കുമ്പോൾ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല, നമ്മൾ വർക്കിന് അനുസരിച്ച് പോവുള്ളൂ. പക്ഷേ ഇത് അവിടെ മേലെ ഒഴിക്കണ അതേപോലെ തന്നെ അടി കൂടെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പവർ സ്റ്റീറിങ്ങിൻ്റെ പമ്പ് ഉണ്ടല്ലോ, ആ പമ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഫ്ലൂയിഡ് ഫുള്ളായിട്ട് ലീക്കായി വരുന്നു കേട്ടോ. അതായത് ഒഴിക്കണു അതേപോലെ തന്നെ പോകുന്നു. മറ്റേത് ഒഴിച്ച് അത് ഫില്ലായി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പമ്പ് വർക്കായി കഴിഞ്ഞാൽ ലീക്ക് ആവാറ്. അതായത് സ്റ്റീറിങ്ങിൻ്റെ സീല് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ എവിടുന്നൊക്കെ ലീക്ക് ആവാറ്. അത് പെട്ടെന്ന് അങ്ങനെ ഒന്നിച്ച് പോകും കേട്ടോ. പക്ഷെ ഇത് പെട്ടെന്ന് ഒന്നിച്ച് അപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് സ്റ്റീറിങ്ങിൻ്റെ പമ്പ്, ആ പമ്പിൻ്റെ ബെയറിങ് പോയിട്ടാണ് ലീക്കായത്. അപ്പോൾ ഞാൻ പമ്പ് അയച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ പമ്പ്, സ്റ്റീറിങ്ങിൻ്റെ പമ്പ്. അതേപോലെ ചെറിയൊരു പമ്പാണ് കേട്ടോ. അതിൻ്റെ ബെയറിങ് പോയിട്ട് അതിൽ കൂടെയാണ് ഓയിൽ ലീക്കായത്. അപ്പോൾ സൗണ്ട് അത്രത്തോളം വരാനുള്ള കാരണം ആ ഫ്ലൂയിഡും പോയി, ആ ബെയറിങ്ങും പോയിട്ട് അങ്ങനെ കടന്ന് അരയാണ്. അതാണ് അത്രയും സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റീറിങ് ടൈറ്റ് ആയി. ഇത് പിന്നെ ഫ്ലൂയിഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റീറിങ് ഓട്ടോമാറ്റിക് ടൈറ്റ് ആവുമല്ലോ. അപ്പം ഇനി ഇതിൻ്റെ ഈ പമ്പ് മാറണം. ഇപ്പം പമ്പ് മാറിക്കഴിഞ്ഞാൽ ശരിയാവുള്ളൂ. അപ്പോൾ പമ്പ് മാത്രം മാറിയാൽ പോരാ, ഇതിൻ്റെ ഫുള്ള് പണിയെടുക്കണം. പമ്പ് മാത്രം മാറിയാൽ പോരാന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഇതിന് ബെയറിങ് അരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അരഞ്ഞിട്ട് ലൈനിൽ ഫുള്ളായിട്ട് ആ മെറ്റൽ പീസും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ബെയറിങ് അരഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യം പുള്ളി നയിച്ച് മാറ്റണം. ഇതുണ്ടോ, ഈ ബെയറിങ് ഉണ്ടോ, ഈ ബെയറിങ്ങിന് ബോളൊന്നുമില്ല. ഇതിന് പല ഭാഗങ്ങളും അരഞ്ഞ് മെറ്റൽ മൊത്തം അരഞ്ഞിട്ടുണ്ട്. ഇത്രയും ഷെയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബെയറിങ് പോയതുകൊണ്ട് സീലും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റായി ഇതിങ്ങനെ അരഞ്ഞ് പോയിട്ടുണ്ട്. ഈ മെറ്റൽ പീസ് ഉണ്ട്, ഇതൊക്കെ അരഞ്ഞ് നമ്മൾ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലേക്ക് കയറി അത് നേരെ സർക്കുലേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. അപ്പോൾ ഈ പമ്പ് മാത്രം മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ പുതിയ പമ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മെറ്റൽ പീസിനകത്തേക്ക് കയറി ബെയറിങ്ങും കാര്യങ്ങളും സീലും കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റീറിങ് ഫുൾ അയച്ച് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൻ്റെ സ്റ്റീറിങ് ഹൈഡ്രോളിക് ആയതുകൊണ്ട് ഇതിൻ്റെ സ്റ്റീറിങ് അയച്ച് റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മൾ ഈ പമ്പ് മാറിയാൽ മതി വിചാരിച്ച് ഇരിക്കും. ഈ പമ്പിന് ഏകദേശം കറക്റ്റ് റേറ്റ് ഞാൻ മറന്നു, ഏകദേശം 3,000 6,000 അറിയില്ല കേട്ടോ. 6,500 3,500 കറക്റ്റ് അറിയില്ല. എന്തായാലും ഏകദേശം ആ റേറ്റ് വരുന്നുണ്ട് ഒരു പമ്പിന് മാത്രം കേട്ടോ. പിന്നെ സ്റ്റീറിംഗ് ബോക്സ് അഴിച്ച് ലെയ്ത്ത് കൊടുക്കണം, അതിൻ്റെ സീലും കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ അതിൻ്റെ ഉള്ള മെറ്റൽ പീസും കാര്യങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മളെ ലൈനും കാര്യങ്ങളും അയക്കണം. ഇതിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പ് അഴിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഉള്ള മെറ്റൽ പാർട്സും കാര്യങ്ങളും ഫുള്ളായിട്ട് ഒഴിവാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ പമ്പ് പിന്നെയും കംപ്ലൈൻ്റ് ആവും. പിന്നെ നമ്മൾ റിസർവ് ടാങ്ക് അഴിച്ചിട്ട് അതും അതിനകത്ത് ഇഷ്ടം പോലെ മെറ്റൽ ഉണ്ട് കേട്ടോ. അതിനുള്ളിലൊക്കെ കഴിഞ്ഞാൽ മെറ്റൽ പീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം, നല്ലപോലെ മെറ്റൽ പീസ് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ പമ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ പമ്പും കൂടി കേട് വരും. പിന്നെ രണ്ടാമത് പിന്നെയും നമ്മൾ കാശ് ചിലവാക്കേണ്ടി വരും. അപ്പം ചില ആൾക്കാർ ചിലപ്പം പമ്പ് മാത്രം മാറിയാൽ മതി പറയും, പമ്പിൽ മാത്രമേ കംപ്ലൈൻറ്റ് ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കണം ഇതിനകത്തേക്ക് മെറ്റൽ പീസ് കയറിയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് പിന്നെയും ഫ്ലൂയിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ പുതിയ പമ്പ് പിന്നെയും കേട് വരുമെന്ന് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിക്കണം. കാശ് കൂടുതലാകാണ്ട് കാര്യമില്ല. ഏകദേശം ഒരു 10 രൂപയുടെ മുകളിൽ പോകും ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കേട്ടോ. പമ്പ് മാത്രം മാറുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 സംതിങ് അങ്ങനെ എന്താണ് റേറ്റ് തോന്നുന്നത്, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇത് അരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പമ്പ് മാത്രം മാറി വിടരുത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഈ പമ്പാണ്. അപ്പം നമുക്ക് ഈ പമ്പിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ പമ്പ് അഴിച്ചിട്ട് ഇതിനുള്ളിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ പമ്പ് അരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പമ്പ് മാത്രം മാറാതെ എല്ലാ ലൈനും കാര്യങ്ങളും ക്ലീൻ ചെയ്യുക, റിസോർട്ട് ടാങ്ക് ക്ലീൻ ചെയ്യുക, പൈപ്പ് ക്ലീൻ ചെയ്യുക, സ്റ്റീറിംഗ് ബോക്സ് അഴിച്ച് എഴുത്ത് കൊടുത്ത് അതിൻ്റെ സീലും കാര്യങ്ങളും പുതിയ തന്നെ ഇടണം കേട്ടോ. അതിനകത്തേക്ക് പിസല് കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പഴയ സീൽ ഇട്ടരുത്. അപ്പോൾ സ്റ്റീറിംഗ് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുക, അതിനുശേഷം ഫിറ്റ് ചെയ്യുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റേ വീഡിയോ വീണ്ടും